ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു പുതിയ റീഡിംഗ് എടുക്കാമേ. ന്യൂ ഇയർ ആഘോഷമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇരിക്കുകയാണ്. 2024 റീഡിംഗ് ആണ് കേട്ടോ, രണ്ടാമത്തെ റീഡിംഗ് ആണ്. ഇപ്പൊ ജനുവരി മാസത്തിന്റെ റീഡിംഗ് ആണ്. ഇച്ചിരി ലേറ്റ് ആയി പോയി, ന്യൂ ഇയർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ജനുവരി മാസത്തിന്റെ ഒരു റീഡിംഗ് കൂടെ എടുത്തേക്കാന്ന് വെച്ചു. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്നാന്ന് വെച്ചാൽ, ഈ ജനുവരി മാസത്തിൽ നിങ്ങൾക്ക് മുന്നിൽ ചില വാതിലുകൾ തുറക്കാൻ പോകുന്നു. അപ്പൊ നിങ്ങൾക്ക് മുന്നിൽ ചില വാതിലുകളൊക്കെ അടഞ്ഞിരിക്കുന്ന സമയമാണ് അല്ലെ. ആരുടെയൊക്കെയോ മുന്നില് നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന വാതിലുകളൊക്കെ അടഞ്ഞിരിക്കുന്ന സമയമാണ്. പക്ഷേ ഈ ഒരു ജനുവരി മാസത്തിൽ നിങ്ങൾക്ക് മുന്നിൽ അടഞ്ഞ വാതിലുകൾ തുറക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരുടെയും അല്ല കേട്ടോ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നില്ല. റെസിനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ ഇട്ടേക്കുക കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം, ഓളൊന്ന് ടച്ച് ചെയ്തേക്കണം. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. പിന്നെ ടാരോട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ടാരോട്ട് റീഡിങ്, പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമുക്ക് റീഡിങ്ങിലേക്ക് അടക്കാം. നിങ്ങളുടെ മുന്നിൽ ചില വാതിലുകൾ തുറക്കാൻ പോകുന്നു അല്ലെ. നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ അടഞ്ഞ വാതിലുകൾ തുറക്കാൻ പോകും. അത് ആർക്കൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആ വാതില് തുറക്കുമ്പോൾ ലഭിക്കാൻ പോകുന്നെന്ന് നോക്കാം അല്ലെ. അപ്പൊ നമുക്ക് നമ്മുടെ മുന്നിൽ തുറക്കാൻ പോകുന്ന വാതില് എന്തിന്റെയൊക്കെ വാതിലാണെന്ന് നോക്കാം. എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് ആ വാതിൽ തുറക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതെന്ന് നോക്കാം അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്ന 2 കപ്പ്, സെക്കൻഡ് 6 കപ്പ്, റിന്യൂവൽ, release, 4 of Pentacles, 3 of Cup, 3 of Water ആണ്, Strength, Knight of Swords, Page of Wand, Magician, Ten of Swords, Queen of Earth, bottom of the deck. ഇതാണ് കാർഡുകൾ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ തുറക്കാൻ പോകുന്ന വാതിലുകൾ ഏതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അവിടെ ഫസ്റ്റ് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് 2 ഓഫ് വാട്ടർ ആണ് വന്നിരിക്കുന്നത്. പാർട്ട്ണർഷിപ്പ്, കമ്മിറ്റ്മെന്റ്, റീകൺസിലിയേഷൻ. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ ഒരു ബിസിനസ് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോ അതിനായിട്ട് നിങ്ങൾ ചില വ്യക്തികൾ വളരെ കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാകാം. ഏതെങ്കിലുമൊക്കെ വ്യക്തികളായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങൾ പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. നിങ്ങൾ വിദേശത്ത് പോവാനോ, അല്ലെങ്കിൽ നിങ്ങൾ 2 ഫ്രണ്ട്സ് തമ്മിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനാവാം. അല്ലെങ്കിൽ നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലാവാം, ലവേഴ്സ് തമ്മിലാവാം. നിങ്ങൾ പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം. പിന്നെ അങ്ങനെ ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സംഭവം, അല്ലെങ്കിൽ നിങ്ങൾ അതിനായിട്ട് എന്തെങ്കിലും ഫണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ലോൺ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കും. ആ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്, അല്ലെങ്കിൽ ആ പാർട്ട്ണർഷിപ്പിൽ നിങ്ങൾ എന്താണോ ചെയ്യാൻ പോകുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാൻ പോകുന്നുണ്ട്.
അതിന് വേണ്ടതായ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോ അത് നിങ്ങൾക്ക് ആർക്കൊക്കെയാണെന്ന് അറിയില്ല, അതിൽ നിങ്ങളൊരു സന്തോഷത്തിൽ ഇരിക്കുകയാണ്. ആ ഒരു കാര്യം പലർക്കും അങ്ങനെയുള്ളൊരു കാര്യം ശരിയായിട്ടുണ്ട്, അതിന്റെ പേരിൽ നിങ്ങൾ സെലിബ്രേഷൻ ഉണ്ട്, നിങ്ങൾക്കൊരു ആഘോഷം വരുന്നുണ്ട്. ആ ഒരു കാര്യം സാധിച്ചതിന് ചിലർക്ക് അത് ലഭിച്ചു കഴിഞ്ഞു, ചിലർക്ക് ലഭിക്കാൻ പോവുകയാണ് ആ ഒരു സന്തോഷം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മാരേജിന്റെ സമയമായിട്ടുണ്ട്, നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള മാരേജ് നടക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതൊരു ലവേഴ്സ്, അതായത് ഒരു കപ്പിൾസിന്റെ അല്ലെങ്കിൽ ലവേഴ്സിന്റെ കാർഡ് കൂടിയാണ്. ഒരു ട്വിൻ ഫ്ലെയിം സോൾമേറ്റ്, ചേരേണ്ട ഒരു ജോഡിയുടെ ഒരു കാർഡ് കൂടിയാണ്. ചേരേണ്ട വ്യക്തികൾ ചേരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങളുടെ മുന്നിലൊരു തടസ്സമായിട്ട്, നിങ്ങൾക്ക് ഒരു തടസ്സം ഇത് ആ ഒരു കാര്യത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു തടസ്സം നീങ്ങി ദൈവം നിങ്ങൾക്ക് മുന്നിൽ അതിന്റെ ഒരു വാതിൽ തുറക്കുകയാണ്. അത് നിങ്ങൾ ആ ഒരു തടസ്സം നീങ്ങാൻ അടഞ്ഞു കിടന്ന വാതിൽ, അല്ലെങ്കിൽ അത് തടസ്സമായിട്ട് നിന്നിട്ടുള്ള ആ പ്രോബ്ലം പരിഹരിക്കുകയാണ് കേട്ടോ. പരിഹരിക്കാൻ പോകണം നിങ്ങളിലേക്ക്. നിങ്ങൾക്ക് വേണ്ട ആ ഒരു സംഭവം എന്താണ്, നിങ്ങളുടെ മാരേജ് ആവാം, നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങൾക്ക് ലഭിക്കാൻ പോവാണ്. ആ ഒരു കാര്യം നിങ്ങൾക്ക് തടസ്സം കൂടാതെ നടക്കാൻ പോകുന്നുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ കഴിഞ്ഞ കാലത്തിലെ ഒരുപാട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ ഒരുപാട് നാളായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ സുഹൃത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങൾ മറന്നിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി നിൽക്കുന്ന ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ്, അത് ഒരുപക്ഷെ നിങ്ങളുടെ നിങ്ങളുടെ കോളേജ് കാലത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പം നിങ്ങൾ ആ ഒരു വ്യക്തിയെ കാണാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു വ്യക്തിയെ നിങ്ങൾ എന്താ പറയാ കാണേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം വരുന്നു. നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും ആ ഒരു വ്യക്തി വരുന്നു. എല്ലാവരുടെയും അല്ല, ആരുടെയൊക്കെ ലൈഫിലേക്ക് ആ ഒരു വ്യക്തി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ ആ ഒരു പഴയ നിങ്ങളുടെ ബാല്യകാലത്തിലെ ആ ഒരു സുഹൃത്തിനെ നിങ്ങൾക്ക് കണ്ടുമുട്ടാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ അങ്ങനത്തെ ഒരു മെമ്മറീസ്, ഓർമ്മകൾ, അങ്ങനെയുള്ള വ്യക്തികളെ കുറിച്ചൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാവാം. ഒരുപക്ഷെ നിങ്ങൾ അത് വീണ്ടും ഒന്ന് കാണണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കാണാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് അതിന് എന്തെങ്കിലും തടസ്സങ്ങൾ, ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു തടസ്സങ്ങളൊക്കെ നീങ്ങാൻ പോവാണ്. നിങ്ങളുടെ മുൻപിൽ ആ ഒരു വാതിൽ തുറക്കാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. ചില കാര്യങ്ങളിൽ റീബർത്ത്, നിങ്ങൾ പുതിയതായിട്ട് എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നുണ്ട്. പുതിയതായിട്ട് റീബർത്ത്, പഴയതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡെത്ത് ആകുന്നു. അങ്ങനെ നിങ്ങളുടെ മുന്നിലേക്ക് പുതിയ കാര്യങ്ങളുടെ ഒരു വാതിൽ തുറക്കുകയാണ്. പുതിയതായിട്ടുള്ള എന്തൊക്കെയോ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. ഇവിടെ നിങ്ങൾക്ക് 4 of Pentacles കാണുന്നുണ്ട്. 4 of Pentacles, നിങ്ങൾക്ക് പണം വളരെയധികം നിങ്ങളുടെ ലൈഫിലേക്ക്, ആരുടെയൊക്കെയോ ലൈഫിലേക്ക് ഒരുപാട് പണം വരുന്നതായിട്ട് കാണുന്നുണ്ട്. 4 നിങ്ങൾ 4 4 ഒക്കെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ 4 കാണുന്നുണ്ടാവാം എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് പണം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് നിങ്ങളുടെ മുന്നിൽ അടഞ്ഞു കിടന്നിരുന്ന ആ ഒരു സൗഭാഗ്യത്തിന്റെ വാതിൽ അടഞ്ഞു കിടന്നിരിക്കും, ഇതുവരെ അടച്ചിട്ടിരിക്കുകയായിരിക്കാം, താഴിട്ട് പൂട്ടിയിട്ടിരിക്കുന്നതായിരുന്നിരിക്കാം. പക്ഷെ നിങ്ങളുടെ മുന്നിലേക്ക് ഓപ്പൺ ചെയ്യാൻ പോകണം. നിങ്ങളുടെ മുന്നിൽ അത് ഓപ്പൺ, ചിലർക്ക് അത് ഏപ്രിൽ മാസത്തിലായിരിക്കാം. ഏപ്രിൽ മാസം 4 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നുണ്ട് ഇവിടെ. 4 ഇപ്പൊ ഞാൻ ഈ ഒരു ജനുവരി മാസത്തെ റീഡിംഗ് ആണ് പറയുന്നതെങ്കിലും നിങ്ങൾക്ക് ജനുവരിയിൽ ഒരുപക്ഷെ നിങ്ങൾക്കിത് സാധ്യമാകാം. നിങ്ങളുടെ മുന്നിലേക്ക് ഈ പറഞ്ഞിരിക്കുന്ന വാതിൽ തുറക്കാം. ഇനി അങ്ങനെ ജനുവരിയിൽ തുറക്കാത്ത, ഇനി നിങ്ങൾക്ക് കാത്തിരിക്കേണ്ട വ്യക്തികൾക്ക് തുറക്കാൻ പോകുന്നുണ്ട്. 4 ജനുവരിയിൽ തുറക്കുന്നില്ലെങ്കിൽ, ജനുവരിയിൽ നിങ്ങൾക്കത് ലഭിക്കും, നിങ്ങൾ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്കത് ലഭിക്കും. അതാണ് കാണിക്കുന്നത്. അപ്പം ഈ ഒരു 4 മാസത്തിനുള്ളിൽ നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സൗഭാഗ്യത്തിന്റെ വാതിൽ നിങ്ങളുടെ മുന്നിൽ തുറക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. യൂണിവേഴ്സ് ആയിട്ട് അത് നിങ്ങളുടെ മുന്നിലേക്ക് തരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ മുന്നിലേക്ക് അത് എത്താൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്.
444, 444 ഒക്കെ നിങ്ങൾ വളരെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. ചില വ്യക്തികൾക്ക് നിങ്ങളത് കാണുന്നുണ്ടാവാം, അതിന് ആ ഒരു നമ്പേഴ്സ് കാണുന്നുണ്ടാവും. പണത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികൾ, വളരെ റിച്ച്, അതായത് പണത്തിന് അത്രയ്ക്ക് പണം ഉണ്ടാക്കാനായിട്ട് അത്രയ്ക്ക് കഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത വ്യക്തികൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു സമ്പത്തിന്റെ ഡോർ ഓപ്പൺ ചെയ്യാൻ പോകണം. ഒരു പക്ഷെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ട് വലിയ ലോണുകളൊക്കെ ബാങ്കിൽ ലോൺ എടുക്കാനോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഒരു ഹെൽപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു പണം, നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു വാതിൽ, ആഗ്രഹിച്ചിരുന്ന ആ പണം നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു മാസം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ചില കാര്യങ്ങൾക്ക് ഒരു എൻഡിങ്, ഒരു അവസാനമാണ്. ചില കാര്യങ്ങൾക്ക് ഒരു അവസാനം. പല കാര്യങ്ങളും ഈ ഒരു മാസം, ഈ ഒരു കഴിഞ്ഞ ഡിസംബർ മാസം കൊണ്ട് പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക്, മോശമായിട്ടുള്ള പല കാര്യങ്ങളും അവസാനിച്ചിട്ടുണ്ട്. ഈ ജനുവരി മാസം പലതും നിങ്ങൾ റിലീസായിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിൽ പ്രോബ്ലം ഉണ്ടാക്കുന്ന കാര്യങ്ങളാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മനസ്സമാധാനം തരാത്ത ചില കാര്യങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് കളഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ, നിങ്ങൾക്കൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. പലതും നിങ്ങളുടെ ലൈഫിൽ നിന്ന് എൻഡായിട്ടുണ്ട്. അതോടൊപ്പം നിങ്ങൾക്കൊരു ഫ്രീഡം ലഭിച്ച പോലെ, അല്ലെങ്കിൽ പലതും നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്ന പലതിനെയും നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ കളഞ്ഞിട്ടുണ്ട്. അതിനെ നിങ്ങൾ മാറ്റി നിങ്ങളുടെ ലൈഫിൽ മാറ്റിയിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു ഫ്രീഡം ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ പലതിനെ റിലീസ് ചെയ്തു. നിങ്ങളുടെ ഒരു മനസ്സമാധാനം കിട്ടാത്ത കാര്യമാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ പ്രോബ്ലം ഉണ്ടാക്കുന്ന കാര്യമാവാം. അങ്ങനെയുള്ള കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിലീസ് ആക്കിയിട്ടുണ്ട്, എൻഡാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഒരു ഫ്രീഡം ലഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കാത്ത ഒരു ഫാമിലി ലൈഫ് ആവാം, ഫ്രണ്ട്ഷിപ്പ് ആവാം, അങ്ങനെയൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സമാധാനം തരാത്ത നിങ്ങളുടെ ജോലി നിങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ഒരു ബിസിനസ് ആവാം, ഒരുപക്ഷെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങൾക്കൊരു ലാഭമില്ലാത്ത ഒരു ബിസിനസ്സാണ്, നിങ്ങളത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ ഫ്രീഡം ലഭിക്കുകയാണ് നിങ്ങൾക്ക്. അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് വളരെയധികം വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടാവാം, ഒരു ഫ്രീഡം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള ജോലിയിൽ നിങ്ങൾ വിട്ടിട്ടുണ്ട്, ആ ജോലി നിങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്കൊരു ഫ്രീഡം ലഭിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ ഒരു ചേഞ്ച് ഉണ്ടാവുകയാണ്. ഒരു ചേഞ്ച്, നിങ്ങളുടെ ഒരു ഏഞ്ചൽ സപ്പോർട്ട് ഉണ്ട്. നിങ്ങളുടെ കൂടെ ഒരു ഏഞ്ചൽ, ഒരു മാലാഖയുടെ സപ്പോർട്ട് ഉണ്ട്. നിങ്ങൾ ദൈവത്തെ അത്രയ്ക്ക് ഡിവൈൻ കണക്റ്റഡ് ആയിരിക്കണം. നിങ്ങൾ ദൈവത്തോട് വളരെയധികം പ്രാർത്ഥിക്കുന്ന വ്യക്തികളാവാം, ദൈവത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന വ്യക്തികളാവാം. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ദൈവത്തിനോട്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവാം, ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ നിങ്ങൾ റിലീസായിട്ടുണ്ട്, നിങ്ങൾക്ക് ഫ്രീഡം ലഭിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് മജീഷ്യൻ വന്നിട്ടുണ്ട്. മജീഷ്യൻ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ചിലർ മാറിയിട്ടുണ്ട്. ഒരു മജീഷ്യൻ എനർജി ചിലർക്ക് കാണുന്നുണ്ട്. നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവിനെ തിരിച്ചറിയുന്ന ഒരു സമയം. അതോടുകൂടി നിങ്ങളുടെ മുന്നിൽ അടഞ്ഞിരിക്കുന്ന വാതിലുകൾ തുറക്കുകയാണ്. അതായത് നിങ്ങൾക്ക് തന്നെ ഒരു മാജിക്കൽ പവർ ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതായത് എന്തും നേടാനുള്ള ആ ഒരു കഴിവ് നിങ്ങളിൽ തന്നെ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ആ ഒരു കഴിവ് നിങ്ങളിൽ ഉണ്ടെന്ന് മനസ്സിലായ നിമിഷം നിങ്ങളുടെ മുന്നിൽ വാതിലുകൾ തുറക്കാൻ പോവാണ്. നിങ്ങളുടെ മുന്നിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ എന്റെ മുന്നിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ എനിക്ക് തുറക്കാൻ കഴിയും, ഞാൻ തന്നെ അത് തള്ളി തുറക്കും, അതിനുള്ള പവർ എനിക്കുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. ഇപ്പോൾ എല്ലാ കഴിവും നിങ്ങളിൽ തന്നെ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട്, അതായത് നിങ്ങൾക്ക് വേണ്ടുന്നത് നിങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവ്, അതിനുള്ള തന്റേടവും ധൈര്യവും, അല്ലെങ്കിൽ അതിനുള്ള ആ ഒരു മാജിക്കൽ പവർ ഒക്കെ നിങ്ങൾക്ക് തന്നെയുണ്ട്, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. അപ്പൊ അതോടുകൂടി നിങ്ങളുടെ മുന്നിൽ അടഞ്ഞിരിക്കുന്ന വാതിലുകളൊക്കെ തുറക്കുകയാണ്. അതായത് ആ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറക്കാനുള്ള കഴിവ് നിങ്ങളിൽ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന വ്യക്തികളുണ്ട്. അതായത് നിങ്ങൾക്ക് എന്തും സാധ്യമാണ്. ഒരു മജീഷ്യൻ പവറുള്ള പല വ്യക്തികളും ഇത് കാണുന്നുണ്ട്.
ആ ഒരു മാജിക്കൽ പവർ, അതായത് ചില വ്യക്തികൾക്ക് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഇനി എന്തെന്നൊരു വഴി ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ജോലിയിൽ ഒത്തിരി പ്രഷർ അനുഭവിച്ചിട്ട് നിങ്ങൾ ആ ജോലി വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള വ്യക്തികൾക്ക് ആ ജോലി അല്ലെങ്കിൽ വരുമാനം നിന്നപ്പോ ഇനി മുന്നോട്ട് എങ്ങനെയെന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഇനി എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു ഇതിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഒന്ന് ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ, അപ്പൊ നിങ്ങളിൽ ഇനി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുന്ന ഒരു ഇതിലേക്ക് വരുമ്പോൾ ദൈവം നിങ്ങൾക്കായിട്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് നിങ്ങളിലെ പവറിനെ കാണിച്ചു തരും. അപ്പൊ നിങ്ങളിലുള്ള ഉറങ്ങിൽ കിടക്കുന്ന കഴിവുകളെ ഉണർത്തി നിങ്ങൾക്ക് പലതും ചെയ്യാൻ കഴിയും. അതായത് ഒരു മജീഷ്യൻ എനർജി, ആ ഒരു അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള വ്യക്തി. അപ്പോ അങ്ങനെയുള്ള ആ മാജിക്കൽ പവർ നിങ്ങളിൽ തന്നെ, നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളത് നിങ്ങൾ സ്വയം കണ്ടെത്തി നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലെ ആ വാതിൽ, അടഞ്ഞു കിടന്ന ഇരുട്ടിനെ അല്ലെങ്കിൽ അടഞ്ഞു കിടന്ന വാതിലിൽ നിങ്ങൾ തന്നെ തുറന്ന് വെളിച്ചം പകരുന്നതായിട്ട് കാണുന്നുണ്ട് ചില വ്യക്തികൾ. ഇതൊക്കെ മനസ്സിലാകുന്നവർക്ക് മനസ്സിലാകും, എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല കേട്ടോ. അപ്പൊ ഇത് ഈ ഒരു രീതിയിലുള്ള റീഡിങ് മനസ്സിലാകുന്ന വ്യക്തികൾ അതെടുക്കുക, അല്ലാത്തവരത് വിട്ടേക്കുക കേട്ടോ. 10 ഓഫ് എയർ കാണുന്നുണ്ട്, 10 ഓഫ് സോർട്സ്. 10 ഓഫ് സോർട്സ് അതും പലതിന്റെ എൻഡിങ് ആണ്. ഫ്രീഡം, അവിടെ ഒരു ഫ്രീഡം ലഭിക്കുകയാണ്. അപ്പൊ പല തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ അവസാനിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പലർക്കും എൻഡിങ് ആണ്, റിലീസ്. ഇവിടെ ഒരു എൻഡിങ് വന്നിട്ടുണ്ട്, ഇവിടെ ട്രാൻസ്ഫോർമേഷൻ എൻഡിങ് ഉണ്ട്, ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, എൻഡിങ് ഉണ്ട്, റിക്കവറി ഉണ്ട്, ഫ്രീഡം ഉണ്ട്. അപ്പൊ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ അവസാനിക്കുന്നു. അതോടുകൂടി നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങൾക്കും തുടക്കമാണ്. പല നിങ്ങളുടെ കഴിഞ്ഞ കാലത്തിലുണ്ടായിട്ടുള്ള പല എന്താ പറയുക, നിങ്ങളുടെ ലൈഫിലെ ലൈഫിലെ മോശമായിട്ടുള്ള കാലഘട്ടങ്ങൾ പലർക്കും അവസാനിച്ചിട്ടുണ്ട്, എൻഡിങ് ആണ്. അപ്പൊ ജനുവരി മാസം മുതൽ പലതിന്റെയും തുടക്കമായിട്ട് കാണുന്നുണ്ട്. പുതിയതായിട്ടുള്ള പല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പേജ് ഓഫ് ഫയർ, നൈറ്റ് ഓഫ് ഫെയർ, പിന്നെ കറേജ്, സ്ട്രെങ്ത്, പ്രിസർവൻസ്, കമ്പാഷൻ, കറേജ്, ഗ്രേഷ്യസ്, പ്രാക്ടിക്കൽ, കേപ്പബിൾ. ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺ കാണുന്നുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള, ഏതൊരു പ്രശ്നത്തിനെയും ഈസി ആയിട്ട് തരണം ചെയ്യാൻ പറ്റുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺസ് കാണുന്നുണ്ട്, വ്യക്തികൾ ഇത് കാണുന്നുണ്ട്. ആ വ്യക്തികൾക്ക് ലൈഫിലേക്ക് ഒരു ക്യൂൻ ഓഫ് എർത്ത്, അതായത് മാജിക്കൽ പവറും ഉണ്ട്, വളരെ സ്ട്രോങ് ആണ്. അങ്ങനെയുള്ള വ്യക്തികൾക്ക്, ആ വ്യക്തികൾക്ക് ലൈഫിലേക്ക് ക്യൂൻ ഓഫ് എർത്തിന്റെ, ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് എനർജി വരുന്നുണ്ട്. വളരെയധികം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ലേഡീസ് അല്ലെങ്കിൽ ജെന്റ്സ് കാണുന്നുണ്ട്. അവര് തീർച്ചയായിട്ടും അവരുടെ ഒരു ഹാർഡ് വർക്കിലൂടെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കഴിവ് കൊണ്ട് അവരുടെ മുന്നിൽ പല വാതിലുകളും തുറക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പല രീതിയിലുള്ള സാമ്പത്തികവും പല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് അവരുടെ മുന്നിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ക്യൂൻ ഓഫ് എർത്ത്, സാമ്പത്തികത്തിൻ്റെതായിട്ടുള്ള ഒരു ക്യൂൻ എനർജി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. ഏതൊക്കെയോ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു സമ്പത്ത് നിങ്ങളെ തേടി വരുന്നുണ്ട്. ഒരു ക്യൂൻ എനർജി അല്ലെങ്കിൽ കിങ് എനർജിയാണ് കാണിക്കുന്നത്. ക്യൂൻ ഓഫ് പെന്റിക്കിൾസ്, കിങ് ഓഫ് പെന്റിക്കിൾസ് എനർജി അത് നിങ്ങളുടെ ലൈഫിലേക്ക് ഏതോ ഒരു രീതിയിലൊക്കെ ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷേ ലോട്ടറിയിലൂടെ ആവാം, ബിസിനസ്സിലൂടെ ആവാം, അല്ലെ വിദേശ യാത്രയിലൂടെ ആവാം. അങ്ങനെ പല രീതിയിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് ജനുവരി മാസത്തിൽ കാണുന്നുണ്ട്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ബിസിനസ്സിൽ നിങ്ങൾക്ക് ലാഭം ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പലർക്കും ആ ഒരു എനർജിയിലുള്ളവരെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട്, നീങ്ങി പോകുന്നതായിട്ടാണ് പലർക്കും ഇവിടെ കാണുന്നത്. പലർക്കും സാമ്പത്തികം നിങ്ങൾക്ക് തീരുന്നതനുസരിച്ച് നിങ്ങളുടെ കയ്യിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഒരു എനർജി ചിലർക്ക് കാണുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ സാമ്പത്തികം വന്ന് നിറയുന്നതായിട്ട് കാണുന്നുണ്ട്. ബിസിനസ്സിലൊക്കെ നിങ്ങൾക്ക് വളരെ ബിസി ആയിട്ടുള്ള ആളുകളെ കാണുന്നുണ്ട്, വളരെയധികം ബിസി ആയിട്ടുള്ള ആളുകളെ കാണുന്നുണ്ട്. പല രീതിയിൽ നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ സാമ്പത്തികത്തിൻ്റെതായിട്ടുള്ള വാതിലുകൾ തുറക്കുകയാണ്. സാമ്പത്തികം ഇതുവരെ നിങ്ങൾക്ക് ആ ഒരു സാമ്പത്തികത്തിന് നിങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ള ആ ഒരു സാമ്പത്തികം നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നില്ല. എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോ ആ ഒരു അടഞ്ഞ വാതിലുകളൊക്കെ തുറക്കുകയാണ് ഏതെങ്കിലും വഴിയിലൂടെ.
പ്രാർത്ഥനയുടെ ഫലം നിങ്ങൾക്ക് ലഭിക്കാൻ പോവാണ്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷന്റെ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളിവിടെ ഒരുപാട് ബട്ടർഫ്ലൈസിനെ കാണുന്നവരാകാം. ബട്ടർഫ്ലൈസിനെ കാണുന്നതായിട്ട് കാണുന്നുണ്ട്. എപ്പോഴും എല്ലാവരും പറയാറുണ്ട് എപ്പോഴും ഇഷ്ടംപോലെ ഒരുപാട് ബട്ടർഫ്ലൈസിനെ കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വരുന്നത് തന്നെയാണ്. ഇവിടെ തൂവല് കാണുന്നുണ്ട്. തൂവല് കാണുന്നതായിട്ട് ഇവിടെ പല കാടുകളിലും കാണുന്നുണ്ട്. പലരും പറയാറുണ്ട് നിങ്ങൾ എവിടെയെങ്കിലും പോകാനിറങ്ങുമ്പോൾ വെള്ളത്തൂവല് നിങ്ങൾ പോകുന്ന വഴിക്ക് കാണാറുണ്ട് ഇല്ലേ? ഞാനും അങ്ങനെ കാണാറുണ്ട്. ബട്ടർഫ്ലൈസിനെയും തൂവലിനെയൊക്കെ എപ്പോഴും കാണാറുണ്ട്. അതൊക്കെ നിങ്ങളുടേതായിട്ടുള്ള ആഗ്രഹം, നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ചിലർക്ക് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, ഓൺ ദ വേ ആണ്. അപ്പൊ അതൊക്കെ നിങ്ങളിലേക്ക് വരുന്നു, ചിലർക്ക് അത് എത്തിക്കഴിഞ്ഞു. അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രയറിന്റെയും പ്രാർത്ഥനയുടെയും എന്താ പറയാ ആ ഒരു എനർജി, നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയുടെ ആ ഒരു എത്രത്തോളം നിങ്ങൾ അതിന് കൊടുത്ത എഫേർട്ട് അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് അത് വരുന്നത്. പ്രാർത്ഥിച്ചാൽ മാത്രം പോലെ മാനിഫെസ്റ്റ് ചെയ്യുകയും വേണം, അതിനായിട്ട് ക്ഷമയോടെ കാത്തിരിക്കുകയും വേണം. അപ്പോൾ ഇവിടെ 6 വളരെ ഇമ്പോർട്ടന്റ് ആണ്, 2 വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് 4 വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, 3 ഇമ്പോർട്ടന്റ് ആണ്, 11 ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഈ ഒരു നമ്പേഴ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. 10 ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒരു പക്ഷെ 10 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 11 മാസത്തിനുള്ളിലൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് പല കാര്യങ്ങൾ വരുന്നുണ്ട്. 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരുപക്ഷെ ഫെബ്രുവരിയിൽ പല കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുടേതായിട്ടുള്ള വാതിലുകളൊക്കെ പലർക്കും തുറക്കാൻ പോകുന്നു. ഒരുപക്ഷെ ചിലർക്ക് 6 മാസത്തിനുള്ളിലാവാം, ചിലർക്ക് ഏപ്രിൽ മാസത്തിലാവാം. അങ്ങനെ എല്ലാവർക്കും ഒരേ എനർജി ഇല്ല, ഓരോരുത്തരുടെയും സമയത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പൊ എന്തായാലും ഇത് കാണുന്ന പലർക്കും നിങ്ങളുടെ ലൈഫിലേക്ക് ഇതുവരെ നിങ്ങളുടെ മുന്നിൽ അടഞ്ഞു കിടന്നിരുന്ന പല വാതിലുകളും തുറക്കാൻ പോവുകയാണ്. നിങ്ങളുടെ വാതിൽ ദൈവം യൂണിവേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് പലർക്കും നിങ്ങളുടെ മുന്നിൽ സമ്പത്തിൻ്റെതായ അല്ലെങ്കിൽ ഐശ്വര്യത്തിൻ്റെതായ വാതിലുകൾ തുറക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ചിലർക്ക് ഓപ്പർച്യൂണിറ്റി ആയിട്ടായിരിക്കും കിട്ടുന്നത്. നിങ്ങൾക്ക് ആ വാതിൽ നിങ്ങളുടെ മുന്നിൽ തുറക്കാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റി ആയിട്ടാവാം, ചിലർക്ക് സാമ്പത്തികമായിട്ടാവാം, ചിലർക്ക് പണമായിട്ടാവാം, ചിലർക്ക് സഹായമായിട്ടാവാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തികളോ സാഹചര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് നിങ്ങൾക്ക് ആ ഒരു സാമ്പത്തിക സഹായം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു ഹെൽപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള പല വഴിയിലൂടെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളാണ്. കാരണം എന്തൊക്കെ പ്രോബ്ലംസ് ലൈഫിലുണ്ടെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്ത് ക്ഷമയോടെ കാത്തിരിക്കുന്നവർക്ക് മാത്രമേ ഈ പറയുന്ന വലിയ വലിയ സൗഭാഗ്യങ്ങളുടെ വാതിലുകൾ തുറക്കുകയുള്ളൂ. അങ്ങനെയുള്ളവരുടെ മുൻപിലേക്ക് മാത്രമേ ഉള്ളൂ. ക്ഷമയില്ലാതെ ഒരു കാര്യങ്ങൾക്ക് ക്ഷമയില്ലാത്തവർക്ക് അതൊന്നുമില്ല. നിങ്ങൾ എത്രത്തോളം ലൈഫിൽ പ്രോബ്ലംസ് അനുഭവിക്കുന്നു അത്രത്തോളം നന്മ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. എത്രത്തോളം സാമ്പത്തിക ബുദ്ധിമുട്ട്, കടങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നിങ്ങൾ അനുഭവിക്കുന്നു അത്രത്തോളം നിങ്ങളുടെ ലൈഫിലേക്ക് പണം വരും. നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട്, നിങ്ങൾ എത്രത്തോളം ദുഃഖങ്ങൾ അനുഭവിക്കുന്നു, ദുഃഖം കൂടുമ്പോൾ അതിനനുസരിച്ച് അത്രത്തോളം അതിന്റെ ഇരട്ടിയായിട്ട് സുഖം നിങ്ങളുടെ ലൈഫിലേക്ക് വരും. എത്രത്തോളം നിങ്ങൾക്ക് പ്രോബ്ലംസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നു ആ പ്രോബ്ലംസിന് നിങ്ങൾ നന്ദി പറയും. കാരണം എത്രത്തോളം പ്രോബ്ലം അനുഭവിക്കുന്നവർക്കാണ് സന്തോഷം അനുഭവിക്കാനുള്ള അല്ലെങ്കിൽ സമൃദ്ധി അനുഭവിക്കാനായിട്ട് യോഗം ഉണ്ടാവുക കൂടുതൽ. അപ്പം പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കുക, തളർന്നു പോകാതിരിക്കുക. പ്രോബ്ലത്തിനെ വളരെ സ്ട്രോങ് ആയിട്ട് തരണം ചെയ്ത് മുന്നോട്ടേക്ക് ആ പ്രോബ്ലം നിങ്ങൾക്ക് സന്തോഷമാക്കി കൊണ്ടുവരാൻ നിങ്ങൾക്ക് വരും. പിന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നെഗറ്റിവിറ്റി കൊണ്ടുവരരുത്, പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് നെഗറ്റിവിറ്റിയിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ തടസ്സമായിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള വ്യക്തികളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റിക്കളയേണ്ടതുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് തന്നെ നിങ്ങൾ മാറി നിൽക്കുക. അവരുമായിട്ടുള്ള സുഹൃത്ത് ബന്ധമായാൽ കൊള്ളാം, ഏതൊരു ബന്ധമായാലും ആ ഒരു ബന്ധം വേണ്ടാന്ന് വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഒന്ന് അകറ്റി നിർത്തുക നിങ്ങളുടെ ലൈഫിൽ നിന്ന്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫാണ് പ്രധാനം. മറ്റുള്ളവരെ എന്ത് പറയുന്നു, മറ്റുള്ളവരെന്ത് എങ്ങനെ എന്നൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തെ ഫോക്കസ് ചെയ്ത് മുന്നോട്ടേക്ക് പോയാൽ ചുറ്റിനും പല കാര്യങ്ങൾ നടക്കും. നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല, മുന്നോട്ടേക്ക് പോകും. നിങ്ങളുടെ ലക്ഷ്യത്തിനെ തിരിച്ച് മാറ്റുന്ന പലതും നിങ്ങളുടെ ലൈഫിന്റെ ചുറ്റിനും ഉണ്ടാവും. പക്ഷെ നിങ്ങൾ അതിനെയൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ടേക്ക് പോകാം, എങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താം.
ആരെയും സന്തോഷിപ്പിച്ച് നമുക്ക് ജീവിക്കാനാവില്ല, ആരെയും തൃപ്തിപ്പെടുത്തിയിട്ട് നമുക്ക് ജീവിക്കാനാവില്ല. നമ്മൾ നമ്മളുടെ സന്തോഷത്തിന് ഫോക്കസ് ചെയ്യുക, നമ്മളുടെ മനസ്സിന്റെ തൃപ്തി ഫോക്കസ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക, അതായിരിക്കും നല്ലത്. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം എന്താണോ, നമ്മുടെ ലൈഫിൽ എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനെ ഫോക്കസ് ചെയ്യുക. അത് മാത്രമായിരിക്കണം നമ്മുടെ ഫോക്കസ്, മറ്റൊന്നും ആയിരിക്കരുത്. അപ്പോൾ സ്ട്രോങ് ആയിട്ട് അതിനെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ മുൻപിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സമൃദ്ധിയുടെ വാതിലുകൾ തുറക്കും, തീർച്ചയായിട്ടും തുറക്കും. നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകാം. അപ്പോൾ നമ്മൾ സാധാരണ ഓരോ മനുഷ്യന്റെയും വളർച്ചയ്ക്കനുസരിച്ച് ചുറ്റിനും നമുക്ക് വരുന്ന എന്താണ്, അസൂയയാണ്. അസൂയയുടെ കണ്ണുകളാണ് ഏറ്റവും കൂടുതൽ, അല്ലെ? നമ്മൾ ഒന്നുമില്ലാതെ കിടക്കുമ്പോൾ എല്ലാവർക്കും അത് സന്തോഷമാണ്. പക്ഷെ നമ്മൾ കുറച്ച് നല്ല രീതിയിൽ വന്ന് നല്ല ലെവലിൽ ഉയർന്നുയർന്ന് വരുന്ന കാണുമ്പോൾ ചുറ്റിനുള്ളവർക്ക് അസൂയാണ്. അപ്പോൾ അങ്ങനെ അസൂയ വരുമ്പോഴത്തേക്കിനും പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ആ പ്രോബ്ലംസിലേക്ക് നമ്മൾ തിരിയുമ്പോൾ നമ്മൾ വീണ്ടും ഡൗൺ ആവും. പക്ഷെ നമ്മൾ അതിനെയൊന്നും മൈൻഡ് ചെയ്യേണ്ടതില്ല. നമ്മൾ സ്ട്രോങ് ആയിരിക്കുക. സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്. അസൂയ കുശുമ്പോ ഏത് ഒരു കാര്യങ്ങളുള്ളത് ചുറ്റിനും നമ്മുടെ ചുറ്റിനും ഉണ്ടാകും. നമ്മൾ ഇതിനൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മളുടെ ലക്ഷ്യം എന്താണ് ആ ലക്ഷ്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ടേക്ക് പോവാം. ഇവിടെ ഒരു മജീഷ്യൻ എനർജി ഉണ്ട്. സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ക്യൂൺ ഓഫ് പെന്റിക്കിൾസ് എനർജി കാണുന്നുണ്ട്. ഒരു 4 ഓഫ് പെന്റിക്കിൾസ് എനർജി ഉണ്ട്. കമ്മിറ്റ്മെന്റിന്റെ ഉണ്ട്. 2 ഓഫ് വാട്ടർ. ഇതൊക്കെ ഇവിടെ എനിക്കൊരു ഏതോ ഒരു ലേഡീസിന്റെ ഒരു എനർജിയും കൂടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കൂടുതലും ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ക്യൂൺ ഓഫ് പെന്റിക്കിൾസിന്റെ എനർജി. അപ്പൊ ഇത് ചിലപ്പോ ഒരു ലേഡീസിന്റെ കൂടെ എനർജി ആവാം. അപ്പോൾ ചുറ്റിനും നിന്ന് നിങ്ങളെ പല രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരുപാട് പേർക്കിടയിൽ നിങ്ങളുടെ ഒറ്റയ്ക്ക് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ മറ്റുള്ളവരോട് ഫൈറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള പ്രോബ്ലംസുകളോട് ഫൈറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് സ്ട്രോങ് ആയിട്ട് പോകുന്ന വ്യക്തികൾ ഏതോ ലേഡീസിന്റെ എനർജി ആവാം. പക്ഷെ നിങ്ങൾ ചുറ്റിനുമുള്ള ഒന്നും മൈൻഡ് ചെയ്യാതെ നിങ്ങൾ മുന്നോട്ടേക്ക് സ്ട്രോങ് ആയിട്ട് പോവുക. ചുറ്റിനും അസൂയയുടെ കണ്ണുകൾ, കുശുമ്പ് ഉള്ള കണ്ണുകളൊക്കെ ചുറ്റിനും ഇഷ്ടം പോലെ ഉണ്ടാകും. അതൊന്നും മൈൻഡ് ചെയ്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ 4 ഓഫ് പെന്റിക്കിൾസ് എനർജിയും ക്യൂൺ ഓഫ് പെന്റിക്കിൾസ് എനർജിയും ഉണ്ടാവും, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ഒരു മജീഷ്യനാണ്, ഒരു മാജിക്കൽ പവർ ഉള്ള വ്യക്തിയാണ്. നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോവാം. നിങ്ങളുടെ മുൻപിൽ സമ്പത്തിൻ്റെതായിട്ടുള്ള ആ ഒരു വാതിൽ തീർച്ചയായിട്ടും തുറക്കും. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു നിധി, ഇതുണ്ട്, ഒരു നിധിയുടെ പുറത്താണ് ആ ലേഡി ഇരിക്കുന്നത്. ആ ഒരു നിധി നിങ്ങൾക്കായിട്ട് യൂണിവേഴ്സ് കാത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ടേക്ക് പോയി. നിങ്ങളൊരു മാജിക്കൽ പവർ ഉള്ള ഒരു ലേഡി ആവാം, ഒരു ജെൻസ് ആവാം. മാജിക്കൽ പവർ ഉള്ള ഒരു ലേഡി ആവാം, ഒരുപക്ഷെ മാജിക്കൽ പവർ ഉള്ള ഒരു വ്യക്തിയാവാം. തീർച്ചയായിട്ടും നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ ഇവിടെ ഇങ്ങനെ എനിക്ക് വായിക്കാൻ പറ്റും, മാജിക്കൽ പവർ ഉള്ള ഒരു ലേഡി, നിങ്ങൾ ഒരു ലേഡിയാണ്. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ്, നിങ്ങളുടെ ലവറുമായിട്ട് ഒരു കമ്മിറ്റ്മെന്റ് ഇവിടെ കാണുന്നുണ്ട്. അതോടൊപ്പം ആ ഒരു കമ്മിറ്റ്മെന്റിലൂടെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ കൂടിച്ചേരുന്നതോടെ നിങ്ങൾക്കൊരു 4 ഓഫ് പെന്റിക്കിൾസ്, ക്യൂൺ ഓഫ് പെന്റിക്കിൾസ് എനർജി കാണുന്നുണ്ട്. ഒരു പക്ഷെ ആ ഒരു ആ ഒരു പാർട്ട്ണർഷിപ്പില്, ആ ഒരു 2 വ്യക്തികൾ തമ്മിലുള്ള ആ ഒരു പാർട്ട്ണർഷിപ്പ് കൂടിച്ചേരുന്നതിലൂടെ ഒരു 4 ഓഫ് പെന്റിക്കിൾസ്, നിങ്ങളൊരു 4 ഓഫ് പെന്റിക്കിൾസ് എനർജി, അതായത് ധനിക ആയി തീരുന്നു. അതോടൊപ്പം ഒരു ക്യൂൺ ഓഫ് എർത്ത്, രണ്ടും ധനികയായിട്ടുള്ള ഒരു ലേഡിയുടെ എനർജിയാണ്. ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ എത്തും. ആ ഒരു എനർജിയിൽ എത്താനുള്ള ഒരു മാജിക് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും അധികം താമസിയാതെ. ഇത് വേറെ ആർക്കെങ്കിലും ചിലപ്പോൾ ഒരാൾക്ക് മാത്രമുള്ള ഒരു റീഡിംഗ് ആവാം, ചിലപ്പോൾ ഒരാൾക്ക് മാത്രമുള്ള റീഡിംഗ് ആവാം, അല്ലെങ്കിൽ ഒരുപാട് പേർക്കുള്ള റീഡിംഗ് ആവാം. ആർക്കാണെങ്കിലും ഈ റീഡിംഗ് എടുക്കുക. ഇതിൽ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ റെസിനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എടുക്കുക കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് മുന്നിൽ ഒരു ഐശ്വര്യത്തിന്റെ അല്ലെങ്കിൽ ഒരു സമൃദ്ധിയുടെ വാതിൽ തുറക്കാൻ പോവാണ്. ആരുടെയൊക്കെ മുൻപിൽ സമൃദ്ധിയുടെ, വലിയൊരു സമൃദ്ധിയുടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നിധി വെച്ചിരിക്കുന്ന ഒരു വാതിൽ, ഒരു നിധി വെച്ചിരിക്കുന്ന ഒരു മുറിയുടെ വാതിൽ, അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും പറയാം, ആ ഒരു വാതിൽ അത് നിങ്ങളുടെ മുന്നിൽ തുറക്കാൻ പോകണം. എന്ന് ഞാൻ വാതിൽ തുറക്കാൻ പോകുന്നതിന്റെ കാര്യം പറയുമ്പോൾ ഇവിടെ താഴിട്ട് പൂട്ടിയിരിക്കുന്ന ഒരു വാതിലാണ് ഇവിടെ കാണുന്നുണ്ട്. ഒരു നിധി പേടകത്തിന്റെ മുന്നിൽ, ഒരു പെട്ടിയുടെ മുന്നിൽ ലേഡി ഇരിക്കുന്നുണ്ട്, താക്കോല് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വാതിൽ ആരുടെയോ മുൻപിൽ, ആ ഒരു
നിധി വെച്ചിരിക്കുന്ന ഒരു മുറി പൂട്ടി ഒരു ആരോടെ മുന്നിലുണ്ട് പൂട്ടിയിരിക്കുന്ന ഒരു മുറി. ആ മുറിക്കുള്ളില് നിധിയാണ്. അതൊരു ലേഡിക്കുള്ളതാണ്. അത് അധികം താമസിയാതെ ഒരു നിധി അവർക്ക് ലഭിക്കും. ആ വാതിൽ തുറക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ ഒരു പാർട്ണർഷിപ്പിലൂടെ ആവാം, ഒന്നും എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെ ഒരു റീഡിംഗ് ഇന്ന് എൻ്റെ നാവിലൂടെ പുറത്തു വന്നു. എൻ്റെ യൂണിവേഴ്സ്, എൻ്റെ ദൈവം എനിക്ക് തന്നു. ഇത് ആർക്കുള്ള റീഡിംഗ് ആണെന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ഇട്ടേക്ക് കേട്ടോ. അപ്പൊ ഇതിൽ ഞാൻ റീഡ് ചെയ്തതിൽ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. അപ്പോൾ എവിടെയെങ്കിലും ആരെങ്കിലും എൻ്റെ റീഡിങ് കാണുമ്പോൾ, ഞാൻ ഓരോ സമയത്ത് റീഡ് ചെയ്യുമ്പോൾ എന്റെ റീഡിംഗ് ആണെന്ന് പറഞ്ഞ് പലരും എന്നെ വിളിച്ചിട്ടുണ്ട്. പലരും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് വന്നിട്ടുണ്ട്, ഇത് എന്റെ റീഡിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന എവിടെയെങ്കിലും ഇരിക്കുന്ന ആർക്കെങ്കിലും ചിലപ്പോൾ 1-2 പേർക്കുള്ള റീഡിംഗ് ആവും. ഇതിൽ എന്ന് വെച്ചാൽ ഫുള്ള് അവർക്കുള്ളതായിരിക്കില്ല. ഇതിൽ ചിലതൊക്കെ ഇത് ആ വാതിൽ തുറക്കാൻ പോകുന്നത് എന്റെ മുമ്പിൽ വാതിൽ തുറക്കാൻ പോവുകയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഇത് എന്റെ മുന്നിലാണ് ആ വാതിൽ തുറക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എനിക്കാണ് ആ ലോൺ ലഭിക്കാൻ പോകുന്നത്. എന്റെ ബിസിനസ് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോകണു, അല്ലെങ്കിൽ ഞാൻ എന്റെ പാർട്ട്ണറുമായിട്ട് എന്റെ ഫ്രണ്ടുമായിട്ട് എന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പൊ എനിക്ക് മുന്നിലാണ് ആ ലോൺ റെഡി ആകാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഹെൽപ്പ്, സാമ്പത്തിക സഹായം എനിക്കാണ് ലഭിക്കാൻ പോണതെന്ന് നിങ്ങൾ വിശ്വസിക്കാം. എങ്കിലും നിങ്ങൾക്കത് ലഭിക്കും. നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അത് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ലഭിക്കും. അതാണ്, നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണോ അതിന്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കും. അത്രയേ ഉള്ളൂ. നിങ്ങൾ നല്ലത് ചെയ്താൽ നല്ല ഫലം ലഭിക്കും, ചീത്ത ചെയ്താൽ ചീത്ത ഫലം ലഭിക്കും. അത്രയേ ഉള്ളൂ. നിങ്ങൾ നല്ല പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും. അത്രയാണ് എനിക്ക് പിന്നെ റീഡ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുള്ളവരൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ റീഡിംഗ് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എനിക്കറിയില്ല എന്താണ് ഇങ്ങനെയൊക്കെ റീഡ് ചെയ്യുന്നത്. ഞാനത് കാർഡ് എടുത്ത് വെച്ചിരിക്കും. അപ്പൊ എന്തൊക്കെയോ എന്റെ നാവിലൂടെ ഇങ്ങനെ വരുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പം ഓരോരുത്തരുടെ റീഡിങ്ങും ഓരോ ടൈപ്പാണ്. ഓരോ വ്യക്തികൾക്കും അവനവന്റെ ഒരു എനിക്കിപ്പോ എന്റെ ഒരു സ്റ്റൈലിൽ റീഡ് ചെയ്യാൻ പറ്റും. അപ്പൊ മറ്റൊരു വ്യക്തിക്ക് അവരുടെ സ്റ്റൈൽ, ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ട്. അപ്പൊ ഈ ഒരു കാർഡ് വേറൊരാളുടെ മുന്നിൽ എത്തുമ്പോൾ അവർക്ക് റീഡിങ് വേറെ ടൈപ്പ് ആയിരിക്കും. പക്ഷെ എനിക്കിപ്പോ ഇങ്ങനെയാണ് റീഡ് ചെയ്യാനുള്ളത്. എൻ്റെ ഒരു സ്റ്റൈൽ ഇതാണ്. അപ്പൊ അത് റെസനേറ്റ് ആവുന്നവര് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.